ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 876 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മത്തായി 8-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. വിശുദ്ധ പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തത്വമാണ് ഇത്. ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഇതേ തത്വമാണ് പൗലോസ് അവലംബിച്ചിട്ടുള്ളത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതാണോ എന്ന് നാം എല്ലാവരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് സ്നേഹത്തിൻ്റെ ഒരു പ്രമാണം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഒരാളെ നമ്മൾ സ്നേഹിക്കേണ്ടതായ രീതിയിൽ സ്നേഹിക്കുകയാണ് എങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ത്യജിക്കുവാൻ പോലും നമ്മൾ തയ്യാറാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് ഇടർച്ചയായിത്തീരുന്ന എന്തെങ്കിലും നമ്മളിലുണ്ട് എങ്കിൽ അതെല്ലാം നമ്മിൽ നിന്നും നീക്കിക്കളയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകയാൽ നമുക്കെല്ലാവർക്കും അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന, കർത്താവിൻ്റെ ഭാവം ധരിക്കുന്ന നല്ല മക്കളായിത്തീരുവാൻ നമ്മളെല്ലാവരെയും ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.